സതീശൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞ നാട്ടുകാർക്ക് അതൊരു തമാശ കളി. ഇതേടെ ഒരു പ്രതിപക്ഷ നേതാവൊക്കെ അല്ലേ, ആ പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ. കഴിഞ്ഞ ദിവസം KPCCയുടെ പുതിയ നേതൃമാറ്റ ചടങ്ങിൽ സതീശൻ്റെ ഒരൊറ്റ തള്ളായിരുന്നു. ജാലിയം കണാരം വരെ തോറ്റു. കോൺഗ്രസ് 100-ലധികം സീറ്റുമായി തിരിച്ചു വരുമത്രേ. ആ പോസ്റ്റ് റിപ്പോർട്ടർ ചാനലെടുത്ത് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ ഡയലോഗ് അടിച്ചു എന്ന പരിഗണന പോലും കൊടുക്കാതെ എല്ലാവരും ചിരി കുമ്മോജി ഇടുകയാണ്. എല്ലാവർക്കും അത് കേട്ടിട്ട് തമാശയായിട്ട് തോന്നുകയാണ്. എന്താണ് ഈ നാട്ടിൽ പ്രതിപക്ഷ നേതാവ് സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ ആൾക്കാർക്കത് സീരിയസ് ആയിട്ട് എടുക്കാൻ കഴിയാത്തത്? കാര്യം കേട്ട് പല നുണകളും വിശ്വസിക്കുന്നതിനൊരു പരിധിയില്ലേ. ഇപ്പം ശരിയാവും അല്ലെങ്കിൽ ഇപ്പം ശരിയാക്കി തരാം എന്ന പപ്പുവിൻ്റെ ഡയലോഗ് പോലെ 100 സീറ്റ് വരും 200 സീറ്റ് വരും എന്നൊക്കെ പറഞ്ഞ് സതീശൻ വല്ലാത്ത ആവേശം കൊടുക്കുകയാണ്. ആ 200 എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ കോൺഗ്രസ്സുകാർ വിശ്വസിക്കും. ഈ നാട്ടിൽ 140 സീറ്റേ ഉള്ളൂ എന്ന് പോലും അവർക്കറിയില്ല. അങ്ങനെ പലതരത്തിലുള്ള കള്ളങ്ങൾ കോൺഗ്രസ്സുകാരെ പറഞ്ഞു പറ്റിച്ച് വെച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് സതീശൻ്റെ പുതിയ ഗീർവാണ നുണ. 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമത്രേ.